ആൻഡ് സഫാരി വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാപ്പിൽ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ്. അത് തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഇടയിലുള്ള ഒരു ബീച്ചാണ്. ആദർശ് എൻ്റെ ഫ്രണ്ടാണ്. അതോടൊപ്പം തന്നെ ജോയേട്ടനും എൻ്റെ സഹപ്രവർത്തകനാണ്. ജോയേട്ടൻ്റെ നാട്ടിലേക്കാണ് നമ്മുടെ യാത്ര. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹാരിസ് ജി. ഇപ്പോൾ മുതലപ്പൊഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുതലപ്പൊഴി പാലാണിത്. വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി തന്നിട്ടുണ്ട് ഹാരിസ് ജി. മച്ചാനെ ഇറങ്ങണ്ട. അപ്പം ഞാനൊന്ന് ഇറങ്ങി കാണിച്ചു തരാം സ്ഥലം. ഇതാണ് കായലും കടലും ചേരുന്ന സ്ഥലമാണ്. നൈസ് പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. കടൽ ഭിത്തിയാണ്. കടൽ ഭിത്തിയുടെ അപ്പുറം കടലാട്ടാ. റോഡ് അത്ര മെച്ചുള്ള റോഡൊന്നുമല്ല. ഇവിടെ ആടിയിട്ട് മറന്നിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കടൽഭിത്തിന്റെ അപ്പുറം കടലാണ്. ദൂരത്തിന്റെ അപ്പുറം കടലിലുണ്ട്. പിന്നെ പുഴണ്ടാവും. ഇതൊക്കെ ഞാൻ പറയാം. എല്ലാ നാട്ടിലും കടൽഭിത്തിന്റെ അപ്പുറത്താണ് കടൽ. ഇപ്പുറത്ത് ഒരിക്കലും ആറില്ല. കടല് കാണട്ടെ. കുറച്ചുകൂടി കടല് വിസിബിളായി. ഒരുപക്ഷെ വർഷകാലത്തൊക്കെ ഇവിടെ വെള്ളം അടിച്ച് കയറാൻ സാധ്യതയുണ്ടല്ലേ ഈ റോട്ടില്. ഇഷ്ടം പോലെ കയറാറുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കേട്ടോ. സ്ഥിരം ഈ റൂട്ടാണോ പിടിക്കാറുള്ളത്? അല്ല, ഈ റോഡ് മോശമായത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഈ ട്രാഫിക് ഒന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയ റോഡ് തന്നെയാണ്. പക്ഷെ ഇപ്പം റോഡ് ഇത്തിരി മോശമാണ്. റോഡ് പണി നടക്കുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത യാത്രയിൽ നമുക്ക് ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് പോകാം. റോഡ് അലമ്പ് റോഡ് കഴിഞ്ഞിട്ട് ഫുൾ ഓണാട്ടോ. സൂപ്പറായിട്ടാ റോഡ്. സൂപ്പർ റോഡായി. കാരണം അതിപ്പോ റോഡ് പണി പണിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റോഡായിട്ട് ഇപ്പൊ അല്ലേ? നല്ല റോഡായി. റോഡ് പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ റോഡായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. പിന്നെ മാത്രമല്ല ഇത് വർഷാവർഷം കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന റോഡും കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ കടലിൻ്റെ അടുത്തല്ലേ, വെള്ളം സ്ഥിരം അടിച്ച് കയറുന്ന സ്ഥലമാണ്. ഇതൊക്കെ വെള്ളം അടിച്ച് കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി. ഈ വെള്ളം മൊത്തം ഈ റോഡിൽ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ യാത്ര തുടരുകയാണ്. അഞ്ചുതെങ്ങ് എത്തും. അഞ്ചുതെങ്ങ് കോട്ടയാണ്. ആ കോട്ട എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. സംരക്ഷിത സ്മാരക കേട്ടോ. അങ്ങനെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കോട്ടയുടെ ഒരു ചരിത്രം എന്താ വെച്ചാൽ തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ്, അതായത് ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ അധിനിവേശ പ്രദേശങ്ങളിലൊന്നായിരുന്നു. ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ സൈനിക പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു ഇത്രേ. 1690 ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ നിന്ന് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം ചോദിച്ചു. റാണിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ കോട്ടയുടെ പണി 1695 പൂർത്തിയാക്കിയത്. ആറ്റിങ്ങൽ പ്രദേശത്ത് വ്യാപാരത്തിൽ ഫ്രഞ്ചുകാർക്കുണ്ടായിരുന്ന ഒരു കുത്തക ഉണ്ടായിരുന്നു. ആ കുത്തക അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു കോട്ട നിർമ്മിച്ചത്. ഹൈദരാലിയുമായിട്ടുള്ള യുദ്ധത്തിലെ വെടിക്കോപ്പുകളും ഒക്കെ സൂക്ഷിക്കാൻ ഈ കോട്ട ഉപയോഗിച്ചു എന്നാണ് ചരിത്രം. കൂടാതെ ഈ ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകളുണ്ട്. ആ കപ്പലുകൾക്ക് ഡയറക്ഷൻസ് കൈമാറാൻ വേണ്ടിയിട്ട് ഈ കോട്ട ഉപയോഗിച്ചിരുന്നു ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇത് ചതുരാകൃതിയിലാണ്, അതായത് കടലിനോട് ചേർന്ന് ചതുരാകൃതിയിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം. നമ്മൾ തിരിച്ചിറങ്ങാണ്. നമുക്ക് കാപ്പിൽ എത്രയും പെട്ടെന്ന് എത്തണം. സന്ധ്യാസമയത്ത് സൺസെറ്റ് അവിടെ നിന്ന് കാപ്പിൽ നിന്ന് കാണാൻ ആണ് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ഈ പ്രദേശം. എന്തായാലും നമുക്ക് സമയം വൈകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാപ്പിലെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പോകാം അല്ലേ? ഓക്കെ, പെട്ടെന്ന്. അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് നേരെ കാപ്പിലേക്ക്. ഈ കാണുന്നതൊക്കെ അഞ്ചുതെങ്ങ് കോട്ടയുടെ ചുമരുകളാട്ടോ. ഈ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. എല്ലാം സംരക്ഷിത സ്മാരകങ്ങളാണ്. നമ്മളങ്ങനെ വർക്കലെത്തിയിട്ടോ. വർക്കല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വർക്കലയിൽ നിന്ന് ഏതാണ്ട് എത്ര ദൂരം ചോദിച്ചാൽ കാപ്പിലേക്ക് 7 കിലോമീറ്ററാണ് കാപ്പിലേക്കുള്ളത്. വർക്കല ബീച്ചും വളരെ പ്രസിദ്ധമായിട്ടുള്ള ബീച്ചാണ് കേട്ടോ. ശിവഗിരി മഠം, അതോടൊപ്പം തന്നെ വർക്കല ബീച്ച് അത്യാവശ്യം ഈ ന്യൂ ഇയർ സമയത്തൊക്കെ ഫുൾ ഓണാണ്. വിദേശികളൊക്കെ ധാരാളം എത്തുന്ന ബീച്ചാണ്. ഇപ്പോൾ വർക്കല ടൗണിലാണ്. ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ ബീച്ചിലേക്ക്. കുന്നിൻ്റെ താഴെയായിട്ടാണ് ബീച്ച്. മനോഹരമായിട്ടുള്ള ബീച്ചാണ് വർക്കല ബീച്ച്. അപ്പോൾ നമ്മൾ കാപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ചെറുതായിട്ട് ചേഞ്ചായി. ഹാരിസിനെ മാറ്റിയിട്ട് ജോയേട്ടനാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. പോയിട്ടാ ഫുൾ ബ്ലോക്കുമാണ്. റോഡ് റൂമിൽ കിടന്ന് കളിക്കുകയാണ്. 6 മീറ്റർ നീളം. അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ഇടവ പഞ്ചായത്തിലാട്ടോ കാപ്പിൽ ബീച്ച്. ഈ റോഡിൻ്റെ ഒരു വശം കായലും ഒരു വശം കടലുമാണ്. ഇതിങ്ങനെ കൊല്ലത്ത് എത്തുന്ന വഴിയാണ്. കുറ്റിങ്ങൽ പരവൂര് വഴി കൊല്ലത്തെത്താൻ പറ്റും. നമ്മുടെ പരിപാടിയായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാണ്. ഹാരിസ് ഭായി ക്യാമറ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഫുൾ ഓണാണ് ബീച്ച്. ഒരുപാട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. കോവിഡിന് ശേഷം കുറേ കാലം അത് അടച്ചിട്ടിരുന്നു. ആരെയും പ്രവേശിപ്പിക്കാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു. എന്താണ് റോഡ് എന്നറിയില്ല. കിലോമീറ്റർ പോകാൻ്റെ പെട്രോൾ ഇപ്പോൾ തന്നെ തീർന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ ധാരാളം റിസോർട്ടുകളുണ്ടായിരുന്നു ചേട്ടാ? ഇല്ല, ഇതെല്ലാം ഇപ്പോൾ പുതിയതാണ്. നേരത്തെ ഇതുപോലുള്ള ഈ ഓലയിലൊക്കെ മേഞ്ഞ ഹട്ടുകളായിരുന്നു. അപ്പോൾ അത് പറ്റില്ല, ഇവിടെ പെർമിഷൻ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിയ ഹട്ടുകൾ നമ്മൾ കണ്ടില്ലേ, ഇതെല്ലാം പുതിയ സാധനം, പുതിയ ഹട്ടുകളാണ്. ഇതെല്ലാം ആയി വരുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 10ഓളം ഹട്ടുകൾ ഇവിടെ വരും. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡെവലപ്പാവും. ഒത്തിരി പേർക്ക് വന്ന് താമസിക്കാം, സൺസെറ്റ് കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൺസെറ്റ് കാണാൻ എന്നുള്ളതാണ്. നല്ല രസമാണ്, കൃത്യമായി കാണാൻ കഴിയും. തിരിഞ്ഞ് തന്നെ നോക്കിയാൽ കഴിയും, സണ്ണിനെ കൃത്യമായി കാണാൻ കഴിയും. ഇവിടെ അസ്തമിക്കുന്നത് നമുക്ക് നല്ല വ്യൂ ആണ്. ഇത് അത്ര കണ്ട് ടൂറിസം ഡെവലപ്മെൻ്റ് ആയിട്ടില്ല. ടൂറിസം ഡെവലപ്മെൻറ്റ്, പക്ഷേ ഒത്തിരി പേര് വരുന്നുണ്ട്. അറിഞ്ഞ് വരുന്ന ആൾക്കാർ കൂടുതലും ഈ വിദേശികൾക്കപ്പുറം സ്വദേശികൾക്കുള്ളൊരു ഇടമാണെന്ന് പറയാം. വിദേശികളും വരുന്നുണ്ട്. പാവനക്കലയിലാണ് കൂടുതൽ വിദേശികൾ. പാപനാശത്ത് വരുന്നവർ ഉറപ്പായും അവരിപ്പോൾ ഇത് അറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചൊരു ഡെവലപ്മെൻറ്റ്സ് വരാനുണ്ട്. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ തന്നെ പ്രോജക്റ്റിലുള്ളൊരു കാര്യമാണ്. അപ്പുറത്ത് ബോട്ട് ക്ലബ്ബുണ്ട്, പ്രിയദർശിനി ബോട്ട് ക്ലബ്ബ്. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അതെ. അപ്പോൾ ഇപ്പോൾ ഈ കോവിഡ് പ്രശ്നം ആയതുകൊണ്ട് ബോട്ടിംഗ് അടക്കം നിർത്തിവെച്ചിരിക്കുകയാണ്. ഒത്തിരി ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ സാധാ വള്ളമുണ്ട്, കെട്ടുവള്ളമുണ്ട്, മറ്റേ ഹൗസ് ബോട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതൊക്കെ തുടങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാം. ജോയേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ജോയേട്ടന് പങ്കുവെക്കാൻ കഴിയും. ഇപ്പോൾ കോവിഡിന് ശേഷം ഒന്ന് ഓണായിട്ട് വരികയാണ് ഈ പ്രദേശം. എന്തായാലും ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കപ്പിൾ ഫോട്ടോഗ്രാഫിയാണെന്ന് തോന്നുന്നുണ്ട്. കല്യാണ ഷൂട്ടിങ്ങൾ ഒരുപാട്, അതായത് ഈ വിവാഹത്തിൻ്റെ ഷൂട്ടിങ്ങുകളുണ്ടല്ലോ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാം, പലതും എടുത്ത് നോക്കി അറിയാൻ കഴിയുന്ന ഒരു സാധനം ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. കായൽ, കടൽ, അതിൻ്റേതൊരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നല്ലൊരു ഫ്രെയിം കിട്ടും. ഫ്രെയിമാണല്ലോ, അപ്പം അത് എവിടെയാണെന്ന് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഫ്രെയിം കാണുമ്പോൾ അത് നമ്മുടെ നാടാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്രെയിമിന് പറ്റിയൊരു സ്ഥലമാണ്, നല്ല ഫ്രെയിം.
പ്രത്യേകിച്ച് ഈ കായലും കടലും സംഗമിക്കുന്ന മേഖലയായ കാരണം ധാരാളം ടൂറിസ്റ്റുകൾ മാത്രമല്ല ഇവിടെ ഈ പ്രദേശവാസികളുടെ ആൾക്കാരൊക്കെ ഈ സായാഹ്നത്തിലൊക്കെ വിശ്രമിക്കാനൊക്കെ വരുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ജോയിട്ടാ ഇത് ഉപ്പുവെള്ളമാണോ ജോയിട്ടാ ഇതിൽ കായലിൽ? ഇത് തമ്മിൽ കായലും കടലും തമ്മിൽ മിക്സ് ആകുന്നതുകൊണ്ട് ഉപ്പുവെള്ളമുണ്ട്. കാരണം ആ പൊഴി മുറിയുമ്പോഴേ ഇറങ്ങുമല്ലോ കടലിലെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഉപ്പാവും. അത് ശരി. ധാരാളം ഇത്ര ഹൈറ്റേ ഉള്ളൂ, അധികം ആഴമില്ല അല്ലേ? ആഴമില്ല. അപ്പം ഈ പറഞ്ഞ നമ്മൾ അതിൽ കാണുന്ന പോലെ നമ്മുടെ കഴുത്തറ്റം ആ ഒരു വെള്ളത്തിൽ നമുക്ക് കായലിൽ കിടക്കാം. കുറച്ച് നേരം കായലിൽ കിടന്നതിന് ശേഷം പോയി കടലിൽ കുളിക്കാം, വീണ്ടും കായലിലേക്ക് വരാം. പിന്നെ കുറച്ച് നേരം വേണമെങ്കിൽ ഈ മരത്തിൻ്റെ ഒക്കെ ഇടയിൽ കുറച്ചുകൂടെ രസകരമായിട്ട് ഇരിക്കാം. അങ്ങനെ സംഭവം ഞാൻ തിരുവനന്തപുരത്താണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണത്. പക്ഷെ വന്നപ്പോൾ ഇത് നമ്മൾ മറ്റു ജില്ലകളിലെ പല സ്ഥലങ്ങളൊക്കെ തേടി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ്. സംഭവം ഗംഭീരമായിട്ടുണ്ട്. വൻ ആംബിയൻസ് അല്ലേ? അതെ. ആളുകളൊക്കെ ഇങ്ങനെ കുളിക്കുന്നുണ്ട് കായലിൽ. ശരിക്കും ഇതിലൂടെയുള്ള യാത്ര തന്നെ ഭയങ്കര രസമാട്ടോ. ഭയങ്കര സുന്ദരമായിട്ടുള്ള യാത്രയാണ്. ഇപ്പോൾ പൊഴി മൂടിക്കിടക്കുകയാണ്. അതായത് കായലിൽ നിന്നുള്ള വെള്ളം കടലിൽ എത്തുന്നില്ല. ആ പൊഴി മുറിയും. അത് മഴക്കാലത്ത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം തള്ളിക്കയറും. അത് ഇടവക്കായലാണ്. നമ്മളിങ്ങനെ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബീച്ചിലേക്ക് ഇങ്ങനെ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ എത്തേണ്ട ബീച്ചാണ്. യൂട്യൂബിലൊന്നും അത്ര അധികം റിവ്യൂ ഒന്നും കാപ്പിൽ ബീച്ചിനെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിവ്യൂ ഇടാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തുകയാണ്. ഇതാണ് പൊഴി. ഈ പൊഴി മുറിഞ്ഞാണ് വെള്ളം കടലിൽ ചേരുക. ഒരു ഭാഗത്ത് കായലും മറുഭാഗത്ത് കടലും. ഈ സൈക്കിൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സൈക്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇത് ആക്ച്വലി ഫാറ്റ് ബൈക്കാണ്. സ്നോ ഉള്ള കൺട്രീസിലൊക്കെ വേണ്ടി ചവിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ പർപ്പസ്. നമുക്ക് ബീച്ചിൽ ചവിട്ടാം, ഓഫ് റോഡ് പോവാം, റോഡിൽ ചവിട്ടാം. മൾട്ടി പർപ്പസാണ്. റൈഡ് ചെയ്യാൻ ഭയങ്കര ഫണ്ണാണ്. നല്ല ഹാൻഡ്ലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല റോഡ് പ്രസൻസ് ആണ്. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയും. എന്തായാലും ഇതിൻ്റെ ടയർ ഭയങ്കര വീതിയാണ്. താരതമ്യേന മറ്റ് ടയറുകളെ അപേക്ഷിച്ച് ഭയങ്കര വീതിയുള്ള ടയറാണ്. ഈ ടയർ വീതി ഭയങ്കര ബുദ്ധിമുട്ടല്ല ശരിക്കും? അല്ല, ബുദ്ധിമുട്ട് ആക്ച്വലി തോന്നുമെങ്കിലും ഇങ്ങനെയുള്ള സർഫസിൽ ചവിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന പോലെ നല്ല ഹാൻഡ്ലിംഗ് ആയിരിക്കും. ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേബിളായിട്ട് ചവിട്ടാൻ പറ്റും. എത്ര വില വരുന്നുണ്ട് ഈ സൈക്കിളിന്? ഇത് 18 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഉള്ള ടൈപ്പ് ബൈക്സ് ഉണ്ട്. ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് വരുന്നുണ്ട്. അത് മോട്ടർ വെച്ച് ബാറ്ററി പവർഡ് ആയിരിക്കും. ഇത് ഏറ്റവും ബേസ് മോഡൽ. എന്തായാലും ഈ ബീച്ചിൽ കണ്ടൊരു അപൂർവ കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇത് പാർത്തിയത്. എന്തായാലും ഇതൊരു വൻ അനുഭവമായി ഈ ഒരു ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വീതിയുള്ള ടയറുള്ള സൈക്കിൾ ഓടിക്കുന്നത്. അത്ര ഈസിയല്ല.
നൈസായിട്ടൊരു ബീച്ച്, ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ബീച്ചുകളുടെ ഒരു ശൃംഖല. അതായത് വർക്കല മുതൽ കൊല്ലം വരെ നീളുന്ന ബീച്ചുകളുടെ ഒരു ശൃംഖലയാണ് ഈ ബീച്ച്. അതിൽ ഒരു ബീച്ചാണ് ഈ ബീച്ച്. അപ്പോൾ എന്തായാലും കാപ്പിൽ ബീച്ചിൽ നിന്ന് നമ്മൾ വിട പറയാണ്. ഈ ചാനൽ ഇഷ്ടമായവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗുമായി കാണാം. ആൻഡ് സഫാരി സൈനിങ് ഓഫ്.